ബംഗ്ലാദേശിൽ അജിത് ഡോവലിന്റെ മിന്നൽ നീക്കം. മൂന്നാമത്തെ ഹിന്ദു ഹത്യ കൂടി നടന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിനുള്ളിൽ പിടിമുറുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിൻ തലസ്ഥാനമായ ധാക്കയിലേക്ക് ഇന്നെത്തിച്ചേരും. ബീഗം ഖാലിദാസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് വിദേശകാര്യമന്ത്രി എത്തുന്നതെങ്കിൽ പോലും നിലവിലെ കലുഷിതമായ ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികളിൽ ചർച്ച നടത്തുക എന്നുള്ളത് കൂടി എസ് ജയശങ്കറിന്റെ തീരുമാനമാണ്. അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ചില ഇടപെടലുകൾക്ക് അജിത് ഡോവൽ നീക്കം നടത്തുന്നത്. ബംഗ്ലാദേശിനുള്ളിലെ ഹിന്ദു സംഘടനകളെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ, വലിയ പ്രതിരോധം തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇസ്കോണിന് വലിയ ശക്തിയുള്ള, വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇസ്കോണിന്റെ തലവനെ തന്നെ ആദ്യഘട്ട പ്രക്ഷോഭ സമയത്ത്, ആദ്യഘട്ട കലാപ സമയത്ത് ബംഗ്ലാദേശ് ഭരണകൂടം ജയിലിലടച്ചിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിലുടനീളം ഉണ്ടായത്. ഇപ്പോൾ ഉസ്മാൻ ഹാദി എന്ന വിഘടനവാദി നേതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് വീണ്ടും രണ്ടാം ഘട്ട കലാപം ബംഗ്ലാദേശിൽ ആരംഭിച്ചത്. ആ കലാപത്തിനിടയിലാണ് 3 ഹിന്ദുക്കളെ മൃഗീയമായി ബംഗ്ലാദേശിൽ വകവരുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കൊലപാതകം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. വിജേന്ദ്ര ബിശ്വാസ് എന്ന അർദ്ധ സൈനികനെ ഒരാൾക്കൂട്ടം ആക്രമിക്കുകയും സഹപ്രവർത്തകൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു വിശ്വാസിയെ, ചെറുപ്പക്കാരനെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ആൾക്കൂട്ടം ആക്രമിക്കുകയും തെരുവിൽ തല്ലിക്കൊല്ലുകയും പിന്നീട് അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു യുവാവായ അമൃത് മണ്ഡലിനെയും ജലക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ 2 സംഭവങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ കടുത്ത പ്രതിഷേധവും കടുത്ത അതിർത്തിയും രേഖപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ഹിന്ദു വംശഹത്യ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മൂന്നാമത്തെ ഒരു ഹിന്ദു ആക്രമണം, ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിലുണ്ടായത്. ബ്രിജേഷ് വിശ്വാസ് എന്ന ഒരു യുവാവിനെ ആക്രമിച്ച് വകവരുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലുണ്ടായത്. എന്തായാലും ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അജിത് ഡോവൽ 3 സേനാ മേധാവിമാരുമായും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിർത്തിയിലേക്ക് ഇന്ത്യ അതിശക്തമായ പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നീങ്ങി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. BSFന്റെ കൂടുതൽ ട്രൂപ്പുകൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നേരത്തെ തന്നെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന ആക്രമണത്തിനാണ് ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ നീക്കം. അതിനിടയിലാണ് ഏറ്റവും തന്ത്രപരമായ ചില നീക്കങ്ങൾക്ക് അജിത് ഡോവൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജിത് ഡോവലിന്റെ പിള്ളേർ ബംഗ്ലാദേശിൽ ഇതിനകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എസ് ജയശങ്കറിന്റെ നിർണായകമായ കൂടിക്കാഴ്ച ബംഗ്ലാദേശിന്റെ ഭരണാധികാരികളുമായി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഇനിയും ഹിന്ദു വേട്ട ബംഗ്ലാദേശിൽ തുടരാനാണ് തീരുമാനമെങ്കിൽ ബംഗ്ലാദേശിനെ അടിമുടി ഇല്ലാതാക്കുന്നതിനുള്ള മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തെ ആട്ടിപ്പായിക്കുന്നതിനുള്ള, മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അടിവേരിളക്കുന്നതിനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ.